മാലപ്പടക്കം തിരികൊളുത്തി. സ്വാഭാവികമായിട്ട് പടക്കം മാല. ശരി, അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, എന്നെത്ര തവണ വിളിച്ചു രാത്രി? 4 തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു എൻ്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റൊന്നും വരില്ല, വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേന വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി. ഞാൻ രാത്രി ഇതാന്ന് പറയുന്നു, ഞാൻ എൻ്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം, അല്ലെങ്കിൽ ഞാൻ അളിയനെ രാവിലെ തന്നെ വിളിച്ചു. അളി എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രശ്നമില്ല കേട്ടോ.